പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ പ്രതിനിധികളെ വിമർശിച്ച് മാർത്തോമാ സഭ മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിടുന്ന ഭീകരാവസ്ഥയെക്കുറിച്ച് പ്രതിനിധികൾ ബന്ധപ്പെട്ടവരെ അറിയിക്കണമായിരുന്നുവെന്നും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണമെന്നും മാർത്തോമാ സഭയുടെ അടൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് പറഞ്ഞു. തിരുത്തൽ ശക്തിയാകേണ്ട ക്രൈസ്തവ സമൂഹം ഒത്തുതീർപ്പിന് തയ്യാറാകരുതെന്നും അടൂരിൽ നടന്ന മാർത്തോമാ കൺവെൻഷനിൽ എബ്രഹാം മാർ പൗലോസ് പറഞ്ഞു. കെ അഖിൽ ചേരുന്നു വേളുമായി. അഖിൽ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? ജിംസ്, കഴിഞ്ഞ ദിവസം നടന്ന അടൂരിൽ വെച്ച് നടന്ന മാർത്തോമ കൺവെൻഷനിലായിരുന്നു ഇത്തരത്തിൽ ഈ മോദി നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ പ്രതിനിധികൾക്കെതിരെ വിമർശനവുമായിട്ട് മാർത്തോമ സഭ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ മണിപ്പൂരിലെ ക്രൈസ്തവർ നേരിടുന്ന ഭീകരാവസ്ഥയെ കുറിച്ച് പ്രതികൾ ബന്ധപ്പെട്ടവരെ അറിയിക്കണമായിരുന്നു, അതായത് ഇത്തരത്തിൽ പങ്കെടുക്കുന്ന മുമ്പ് അറിയിക്കണമായിരുന്നു എന്നുള്ള കാര്യമാണ് അടൂർ മാർത്തോമ സഭ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് പറഞ്ഞത്. ഒപ്പം തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ പ്രതിഷേധങ്ങൾ മണിപ്പൂരിൽ ക്രൈസ്തവ വംശഹത്യക്ക് ഇരയാകുമ്പോൾ അതിനെതിരെ വെള്ളി ചൂണ്ടണം, അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയണം, അല്ലാതെ തിരുത്തൽ ശക്തിയാകേണ്ട ക്രൈസ്തവ സമൂഹം ഒത്തുതീർപ്പിന് തയ്യാറാകരുതെന്നും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ തെറ്റുകൾ കാണുമ്പോൾ അതിനെതിരെ ചൂണ്ടുകയാണ്, വിരൽ ചൂണ്ടുക, അല്ലെങ്കിൽ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത്, അല്ലാതെ തിരുത്തൽ ശക്തികളായി മാറി മുന്നോട്ട് തിരുത്തൽ ശക്തികളായി മാറുകയാണ് വേണ്ടത്, അല്ലാതെ ഒത്തുതീർപ്പും ആയി പോകരുത്. ഇത്തരത്തിൽ അതായത് തിരുത്താൻ തയ്യാറാದ ആളുകൾ ഒത്തുതീർപ്പുമായി മുന്നോട്ട് വരരുത് തുടങ്ങിയ വിമർശനങ്ങളാണ് എന്തായാലും അടൂരിൽ വെച്ച് നടന്ന മാർത്തോമ കൺവെൻഷനിൽ സഭാ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ശരിയാക്കി.